വർക്കല ടൌണിലെ ഗതാഗതക്കുരുക്കിനും യാത്രാ ദുരിതത്തിനും പരിഹാരമായുള്ള വർക്കല ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യത്തിലേക്ക്. വർക്കല ശിവഗിരി ജംഗ്ഷനിൽ നിന്നാരംഭിച്ച് കല്ലങ്കോണം കണ്ണമ്പ റോഡിൽ എത്തിച്ചേരുന്നതാണ് പൊതുമരാമത്ത് വകുപ്പ് വിഭാവനം ചെയ്ത ബൈപ്പാസ് റോഡ്. 1.5 കിലോമീറ്റർ നീളത്തിലുള്ള റോഡിന് 29.51 കോടി രൂപയാണ് പദ്ധതി ചെലവ് കണക്കാക്കുന്നത്. 20 കോടിയോളം രൂപ നൽകി 105 പേരിൽ നിന്നായി 519.179 സെന്റ് ഭൂമി പദ്ധതിക്കായി ഏറ്റെടുത്തിട്ടുണ്ട്. വർഷങ്ങളായി ഇഴഞ്ഞു നീങ്ങിയ പദ്ധതിക്കാണ് തടസ്സങ്ങൾ നീങ്ങിയത്. പദ്ധതി പ്രദേശത്തെ മരങ്ങളും കെട്ടിടങ്ങളും കഴിഞ്ഞ ദിവസം മുതൽ നീക്കം ചെയ്തു തുടങ്ങി. റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വർക്കല മൈതാനത്തെ റെയിൽവേ ഗേറ്റ് അടയ്ക്കുകയും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തതോടെ നഗരത്തിൽ ഗതാഗതക്കുരുക്ക് സ്ഥിരമായി. ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമായാൽ പാളയംകുന്ന്, ഊന്നിൻമൂട്, അയിരൂർ, വെൺകുളം, കരുനിലക്കോട്, പുല്ലാനിക്കോട്, കണ്ണമ്പ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് റെയിൽവേ ഗേറ്റുകളിൽ കാത്തുകിടക്കാതെ വർക്കല ടൌണിലെത്താനാകും. മട്ടിൻമൂട്, പുത്തൻചന്ത വഴി സുഗമമായി കടന്നുപോകുകയും ചെയ്യാം. കല്ലമ്പലം, കടയ്ക്കാവൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വർക്കല ടൌണിലെത്താതെ പാരിപ്പള്ളി റോഡിലേക്ക് പോകാനാകും. മൈതാനത്തെ റെയിൽവേ ഗേറ്റ് അടച്ചതോടെ വർക്കല നഗരസഭയിലെ റെയിൽവേ ലൈനിന് കിഴക്കുഭാഗത്തെ 11 മുതൽ 14 വരെ വാർഡിലുള്ളവർക്ക് യാത്രാ സൌകര്യമില്ലാത്ത അവസ്ഥയായി. റെയിൽവേ വികസനം വരുമ്പോൾ ഗുഡ്ഷെഡ് റോഡ് ഇല്ലാതായാൽ ഇവരുടെ സഞ്ചാരത്തിന് തടസ്സമാകും. ടൌണിനോട് തൊട്ടടുത്തു കിടക്കുന്ന പ്രദേശത്തെ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ബൈപ്പാസ് റോഡ് പരിഹാരമാകും. ശിവഗിരി തീർത്ഥാടന കാലത്തെ യാത്രാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. 1998-ൽ നിർദ്ദിഷ്ട ബൈപ്പാസ് റോഡിനായി സ്ഥലം അളന്ന് സർവേക്കല്ലുകൾ സ്ഥാപിച്ചിരുന്നു. പിന്നീടാണ് വിവിധ കാരണങ്ങളാൽ ബൈപ്പാസ് ചുവപ്പുനാടയിൽ കുടുങ്ങിയത്. തുടർന്ന് പ്രദേശവാസികൾ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചിരുന്നു. 2021-ൽ ബൈപ്പാസിന് വേണ്ടുന്ന സ്ഥലം വർക്കല വില്ലേജിലെ 85 സർവേ നമ്പറുകളിലായി പൊന്നും വിലയ്ക്ക് ഏറ്റെടുക്കുന്നതിന് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. 2022-ൽ സാമൂഹിക പ്രത്യാഘാത പഠനം നടത്തിയിരുന്നു. പ്ലാനറ്റ് കേരള സമർപ്പിച്ച പഠന റിപ്പോർട്ട് പരിശോധിച്ച വിദഗ്ധ സമിതിയാണ് പദ്ധതിക്ക് അനുമതി നൽകിയത്. വളരെ വേഗം റോഡിന്റെ നിർമ്മാണം തുടങ്ങാനാകുമെന്ന് വർക്കല MLA വി ജോയി പറഞ്ഞു.